മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനവകുപ്പിനെയും അഴിമതിയുടെ നിഴലിൽ നിർത്തി ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേന്ദ്രത്തിൽ മോദി സർക്കാർ കോർപ്പറേറ്റ് മുതലാളിമാരോട് കാണിക്കുന്ന അതേ സമീപനമാണ് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റേതെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. മോദി കോർപ്പറേറ്റുകളുടെ കടങ്ങൾ എഴുതി തള്ളുമ്പോൾ കേരള സർക്കാർ അനിൽ അംബാനിയുടെ മുങ്ങാൻ പോകുന്ന കമ്പനിക്ക് കോടികൾ നൽകിയെന്നാണ് സതീശൻ വിശദീകരിക്കുന്നത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഗുരുതര ആരോപണം. ഈ ഇടപാടിന് പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ചു. ഈ നിക്ഷേപത്തിൽ പലിശ ഉൾപ്പെടെ 101 കോടി രൂപ നഷ്ടപ്പെട്ടു എന്നാണ് കണക്ക്. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് സതീശൻ പറയുന്നു. ഇത് ഇടതുപക്ഷ സർക്കാരല്ല, തീവ്ര വലതുപക്ഷ സർക്കാരാണെന്ന ആരോപണം അടിവരയിടുന്നതാണ് ഈ നടപടി. സംസ്ഥാനത്തെ ഇടത്തര ചെറുകിട സംരംഭങ്ങൾക്ക് ലഭിക്കേണ്ട ഫണ്ട് വൻകിട കോർപ്പറേറ്റ് സ്ഥാപനത്തിന് നൽകിയത് ഗുരുതരമായ കുറ്റമാണ്, അഴിമതിയാണ്. ലിക്വിഡേറ്റ് ആകാൻ പോകുന്ന സ്ഥാപനത്തിൽ സർക്കാർ സ്ഥാപനം നിക്ഷേപിച്ചത് കമ്മീഷൻ വാങ്ങിയാണ് എന്ന് വേണം സംശയിക്കാൻ. നിയമസഭയിൽ നൽകിയ ചോദ്യങ്ങൾക്ക് പോലും ധനവകുപ്പ് മറുപടി നൽകുന്നില്ലെന്ന് സതീശൻ പറയുന്നു. സർക്കാരിന്റെ ഒളിച്ചുകളിക്ക് ഇത് തെളിവാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതിനിടയിലാണ് 100 കോടി അനിൽ അംബാനിക്ക് കൊടുത്ത കഥ സതീശൻ പുറത്തുവിടുന്നത്. ഈ നിക്ഷേപത്തിന്റെ കരാർ രേഖകൾ സർക്കാർ പുറത്തുവിടാൻ തയ്യാറാകണം. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് 100% സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ കൊടുക്കൂ. എന്നാൽ യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ KFC പണം അനിൽ അംബാനിയുടെ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചതിന് പിന്നിൽ വമ്പൻ ഗൂഢാലോചനയുണ്ട്. ഇതിൽ അന്വേഷണം നടത്തി അഴിമതി പുറത്തു കൊണ്ടുവരണം. ഇടതുഭരണത്തിൽ കോർപ്പറേറ്റ് മുതലാളിമാരുടെ സ്വാധീനം ഞെട്ടിക്കുന്നതാണെന്ന് സതീശൻ പറഞ്ഞു. ഈ അഴിമതി ആരോപണത്തോട് സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിശദീകരണവുമായി എത്തുമോ എന്നാണ് ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും അടുത്ത നിയമസഭാ സമ്മേളനത്തെ ഈ ഇടപാട് പ്രക്ഷുബ്ധമാക്കാനും സാധ്യതയുണ്ട്. കേന്ദ്രത്തിൽ മോദി സർക്കാർ കോർപ്പറേറ്റ് മുതലാളിമാരോട് കാണിക്കുന്ന അതേ സമീപനം തന്നെയാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് എന്നാണ് തുടക്കത്തിലെ വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. അനിൽ അംബാനിയുടെ മുങ്ങാൻ പോകുന്ന കമ്പനിക്ക് കോടികളാണ് കേന്ദ്രം നൽകിയത്. ഈ ഇടപാടിന് പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KFC ആണ് അനിൽ അംബാനിയുടെ കമ്പനിയിൽ കോടികൾ നിക്ഷേപിച്ചത് എന്നാണ് രണ്ടാമതായി വി.ഡി. സതീശൻ പറഞ്ഞത്. എന്തായാലും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്.